বিদেশে আমায় রেখা বাড়িতে, তুমি গেছো বিদেশে আমায় রেখা বাড়িতে, টলার লোকে আমার নামে কলম করে কয়, তুমি চইলা আসো বাড়ি আমার টাকার দরকার নাই, তুমি চইলা আসো বাড়ি আমার টাকার দরকার নাই। তুমি গেছো বিদেশে আমায় রেখা বাড়িতে, তুমি গেছো বিদেশে আমায় রেখা বাড়িতে, টলার লোকে আমার নামে কলম করে কয়, তুমি চইলা আসো বাড়ি আমার টাকা দরকার নাই, তুমি চইলা আসো বাড়ি আমার টাকা দরকার নাই। भाई किधर से आए आप लोग? हम लोग बंगाल से आया। कितने साल पहले? इधर 5 साल हो गया अभी तक कर रहे हैं हम लोग। ये खेत के काम पूरे करने के बाद आपको किस तरह के काम में? इस तरह खेती करने का टाइम में वो दूसरा काम मिल जाता है, वो भी कर लेता है हम लोग, कोई भी काम कर लेता है। जैसे बिल्डिंग का हेल्पर, मिस्त्री मेसन का वो भी कर लेता है। और चावल में जो हर बार देना पड़ता है हम लोग, वही दाल भी डलता है। ऐसा है खेत का काम? खेत का काम पूरा अच्छा है। भाई बंगाल में कितना पेमेंट है? बंगाल में पैसा देता है 500 रुपया देता है। इधर हम लोग इतना दूर से आया तो 2 पैसा कमाने के लिए तो 900 रुपया हम लोग को मिल जाता है। यहाँ कितने? यहाँ 900 रुपया मिल जाता है हम लोग को डेली? हाँ, डेली 900 रुपये मिल जाता है। ഗോപാലോ ക്യാ ഗോപാലോ വാക്കെ മാലൂം ചെനാ. അപ്പോൾ ഇവർ മാത്രമേ ഉള്ളൂ, നമ്മുടെ നാട്ടിൽ ആരെയും കിട്ടാനില്ല. നമ്മുടെ നാട്ടിലെ ആളുകളെ കിട്ടാൻ ഇപ്പോൾ ബുദ്ധിമുട്ടാണ്. ഇവരാണ് ഇവിടെ എൻ്റെ ഒരു 5000-ഓളം ഹെക്ടർ പാടശേഖരങ്ങളിൽ മൊത്തം കൃഷി ചെയ്യുന്നത് പറക്കുന്നതല്ല ഇവർ തന്നെ. ഇത് ഇവിടുത്തെ ആളുകളുടെ ഒരു പൊതുവായ വരുമാന സ്രോതസ്സായിരുന്നു. ഇപ്പോൾ അതെല്ലാം ഏറെക്കുറേണ്ട് നിലച്ചിരിക്കുകയാണ്. നമ്മൾ മലയാളികളൊക്കെ ഗൾഫിൽ പോകുന്ന പോലെയാണ് ഇവർ അവിടുന്ന് ഇവിടെ വന്ന് ജോലി ചെയ്യുമ്പോൾ കിട്ടുന്ന ശമ്പളം. അതെ അതെ അതെ, അവിടുത്തെ ഒരു ശമ്പളം അതിൻ്റെ ഇരട്ടി കേരളത്തിൽ കിട്ടുന്നുണ്ട്. ഒപ്പം ഈ പറയുന്ന പോലെ നമ്മുടെ വീട്ടിലേക്കൊക്കെ ചെറുതായ കൺസ്ട്രക്ഷൻ പണിക്ക് വരുമ്പോൾ വീട്ടിൽ ആളുകൾ ആഹാരം കൊടുക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് അവിടത്തേക്കാളും കൂടുതൽ സുരക്ഷിതവും അതേപോലെ തന്നെ സാമ്പത്തികം കിട്ടുന്നതുമായി ഇവിടെ ആണെന്നുള്ളൊരു തിരിച്ചറിവ്. അതാണ് കേരളത്തിലേക്ക് കൂടുതൽ ആളുകളെ ഇപ്പോൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. മലയാളം മനസ്സിലാക്കിയ थोड़ा थोड़ा രക്ഷപ്പെട്ടത് മലയാളിയെ കിട്ടി. മുझे ഹിന്ദി थोड़ा थोड़ा, आपको മലയാളം थोड़ा थोड़ा. എത്ര വർഷം ഇവിടെ വന്നിട്ട്? 10 വർഷം. തുടക്കം മുതലേ കൃഷിപ്പണിയായിരുന്നു. ഓക്കെ. അവിടെ എത്ര ഉണ്ട് ശമ്പളം? ബംഗാളിൽ 500 രൂപ ഡെയിലി. ഇവിടെ വരുമ്പോൾ 1000 രൂപ. നാട്ടിലേക്കൊക്കെ പോകുന്നത് എങ്ങനെയാണ്? എത്ര കാലം കൊടുത്തിരിക്കാൻ പോകും? 3 മാസം. ചുരുക്കത്തിൽ കേരളത്തിൽ സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലെ ജോലി ഒഴിച്ചു നിർത്തിയാൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ കൈകടത്താത്ത മേഖലകളില്ല. ചിലയിടങ്ങളിൽ മലയാളികളെക്കാൾ കൂടുതൽ തന്നെയാണ് ഇവരുടെ എണ്ണം. കരിങ്കാലിപ്പുഞ്ചിയിൽ നിന്നും ക്യാമറമാൻ ജയചന്ദ്രൻ പുല്ലമ്പാറയ്ക്കൊപ്പം സിക്കെ അഭിലാൽ, മാതൃഭൂമി ന്യൂസ്.